നിങ്ങൾ ഗ്രനേഡ് എറിഞ്ഞാലും ബോംബ് എറിഞ്ഞാലും നിങ്ങൾ തല്ലിയാലും ആ പോലീസ് ഫാറ്റൻ ടാങ്കിന്റെ മുമ്പിൽ നെഞ്ചും വിരിച്ചു നിൽക്കും. നിങ്ങൾ ഇനി കേസെടുത്താലും രാജ്യദ്രോഹിയാക്കിയാലും ചാപ്പ കുത്തിയാലും ഞങ്ങൾക്ക് ഭയമില്ല എന്ന് അടിയന്തരാവസ്ഥ കാലത്ത് സമരം ചെയ്ത ധീര മനുഷ്യരെ പോലെ ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മുമ്പിൽ ഈ നെഞ്ചും വിരിച്ചുന്ന ധീരരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളെ പോലെ ഇന്ത്യയിലെ യുവത്വം ചിന്തിക്കുന്നു എന്നുള്ളതാണ് സംഘപരിവാർക്ക് പറ്റിയ അബദ്ധം. ഇതൊരു വലിയ മൂവ്മെന്റ് ആയി പരിണമിക്കും എന്ന് പ്രതീക്ഷിക്കണം. ഇന്ന് രാജ്യത്ത് പലയിടങ്ങളിലും സമരം ഉണ്ടായി എന്ന് മാത്രമല്ല, ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരമിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അവർ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് കരുതി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ ആളുകൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. ജനങ്ങളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മനസാക്ഷി ഈ സമരത്തിനൊപ്പം ഉണ്ട് എന്ന് തോന്നുന്നു. ഇതിനേതെങ്കിലും ഒരു പ്രത്യേക ചാപ്പ കുത്തി കഴിഞ്ഞ സമരങ്ങളെയൊക്കെ ചെയ്തത് മാതിരി അടിച്ചമർത്തുകയും സാധ്യമല്ല. ഇതൊരു മൂവ്മെന്റായി പരിണമിക്കുമോ? അവസാനം അഭിലാഷ് ചോദിച്ചതിൻ്റെ ഉത്തരം പറയാം. ചാപ്പകുത്തൽ അതാണ് ഇപ്പോൾ 2 ദിവസമായിട്ട്. അതായത് ആദ്യം ഇതിനെ അവഗണിച്ചു, അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെന്ന് വിചാരിച്ചു, അതിനുശേഷം ലാത്തിയും ഗ്രനേഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത് കണ്ടു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഫാക്ടറി ഈ വിഷം നക്സലൈറ്റാണ്, ദേശദ്രോഹികളാണ്, ഇവരാണെന്നുള്ള ആ വിഷലിപ്തമായിട്ടുള്ള വാക്കുകളുമായിട്ട് സംഘപരിവാർ ഹാൻഡിൽസ് ചാപ്പ കുത്താൻ തുടങ്ങിയത്. ആരെയാണ് ശ്രീ അഭിലാഷ് ഇവർ ചാപ്പ കുത്തുന്നത്? നമ്മൾ നിരന്തരമായി സംസാരിക്കുകയാണല്ലോ ഈ വിഷയത്തെപ്പറ്റി. പക്ഷേ വളരെ സിമ്പിളായ കാര്യം നമുക്കറിയാം. ഇവരെന്താ പറയുന്നത്? രാജ്യദ്രോഹികൾ, ദേശദ്രോഹികൾ, മറ്റ് ഹിഡൻ അജണ്ടാസ്, ഇന്ത്യയെ തകർക്കുന്നു എന്നൊക്കെയാണല്ലോ. പക്ഷേ ഈ സമരം തുടങ്ങിയ പാർട്ടിയുടെ പേര് പാറ്റ പാർട്ടി എന്നാണ്. പാറ്റ എന്ന് വെച്ചാൽ എന്താ? ഇപ്പം നമ്മളൊക്കെ പല കുട്ടികളൊക്കെ വീട്ടിൽ പാറ്റ ഉണ്ടെങ്കിൽ അവർ ഭയപ്പെട്ട് മാറും. അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും ഒരുപക്ഷെ വീട്ടിൽ പല്ലി, പാറ്റ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നികൃഷ്ടമായിട്ട് കാണുന്നൊരു സാധനമാണ്. അപ്പം സ്വയം പാറ്റയെന്ന് വിളിച്ചുകൊണ്ടാണ് അവർ വന്നത്. അതായത് നിങ്ങൾക്കവരെ രാജ്യദ്രോഹിയെന്നോ നിങ്ങൾക്കവരെ ദേശദ്രോഹിയെന്നോ നിങ്ങൾക്കവരെ മറ്റെന്ത് ചാപ്പ് കുത്തിയാലും അവരുടെ ദേഹത്തെ കേൾക്കില്ല. കാരണം അവർ സ്വയം അവഹേളിതരായി തന്നെയാണ് ഒരു സമരത്തിലേക്ക് വന്നത്. സ്വയം അവഹേളിതമായ ഒരു പേരിട്ടുകൊണ്ടാണ് വന്നത്. നമുക്കറിയാം, പല ചർച്ചകൾക്കും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുമൊക്കെ പാറ്റ പാർട്ടിക്കാർ അങ്ങനെയല്ലേ സംസാരിക്കുന്നത്. അല്ലാതെ വിദ്യാർത്ഥികളെന്നോ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയെന്നോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ 24 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിച്ച പരീക്ഷയുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന ദേശസ്നേഹികളെ വിദ്യാർത്ഥികളെന്നോ അല്ലല്ലോ ഈ സമരത്തെ അനുകൂലിച്ചവർ പോലും പറഞ്ഞത്. അവരും പറഞ്ഞത് പാറ്റ പാർട്ടിക്കാർ നിസ്സാരമായി പുച്ഛിച്ച്. അപ്പോൾ പുച്ഛിച്ചിട്ട് അവരെ ആ പുച്ഛം ഏറ്റുവാങ്ങി സമരം ചെയ്തവർക്ക് അവരുടെ തൊലിക്ക് നല്ല കട്ടിയാണ്. നിങ്ങൾ ഈ പറയുന്ന ഈ BJP-ക്കാരും സംഘപരിവാറുകാരും ഈ ചാപ്പ കുത്തിയാൽ ഏൽക്കാത്ത അത്രത്തോളം ധൈര്യവും ധീരതയും ഉണ്ട് എന്ന് വിദ്യാർത്ഥികൾ കാണിച്ചു. അതുകൊണ്ട് ചാപ്പ കുത്തലിൽ യാതൊരു പ്രസക്തിയുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് ചോദിച്ചു, ഈ സമരം ഏറ്റെടുത്തോ അല്ലെങ്കിൽ രാജ്യവ്യാപകമായി സമരത്തോട് ഐക്യദാർഢ്യപ്പെട്ടോ? ഈ സമരം ആത്യന്തികമായി വിജയിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സമരത്തിൻ്റെ ലക്ഷ്യം, ഒരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തിന് കൃത്യമായിട്ട് ഒരു സമരം ചെയ്യുമ്പോൾ അതിന് രാഷ്ട്രീയമുണ്ട്. പക്ഷേ രാഷ്ട്രീയമുണ്ടെന്ന് കരുതി ആ സമരത്തിൽ മുമ്പോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ അവഗണിക്കാൻ സാധിക്കുമോ? ഇന്ത്യയിൽ ഏത് രാഷ്ട്രീയ പാർട്ടി സമരം ചെയ്താലും, അതിപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോഴാവട്ടെ അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാവട്ടെ BJP ഭരിക്കുമ്പോഴാവട്ടെ ആം ആദ്മി ഭരിക്കുമ്പോഴാവട്ടെ, ആര് ഭരിച്ചാലും സമരം ചെയ്യുന്നവരെ കേൾക്കുക എന്ന് പറയുന്നതാണ് ജനാധിപത്യ മര്യാദ. അത് വളരെ ഇൻവെർട്ടഡ് കോമ. ഈ ജനാധിപത്യം എന്ന വാക്ക് നമുക്കറിയാം, ഇന്ത്യയിൽ നമുക്കറിയാം, പിന്നെ ഈ അടിയന്തരാവസ്ഥ കാലമുണ്ട്. എത്രയോ പേരെ, ഞാൻ കൊല്ലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്, എനിക്കറിയാം അന്ന് കൊല്ലം കോടതിയിൽ പ്രോസിക്യൂട്ടറായിരുന്ന മഹാന്മാരായിട്ടുള്ള കൊല്ലം ബാറിലെ അഭിഭാഷകരെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്. ഒരുപാട് മനുഷ്യരെയാണ് സർക്കാർ പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അന്ന് നമുക്കില്ലാത്തൊരു കാര്യം ഇന്നുണ്ട്. എന്താണെന്നറിയാമോ? അന്ന് ഭയമില്ലായിരുന്നു സർക്കാരിനെ സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇതിനെതിരെ പോരാടാൻ മനുഷ്യന് ഭയമില്ല. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിലെ BJP ഭരണം നമ്മുടെ ഉള്ളിൽ 2 വിഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഭയം സൃഷ്ടിച്ചിരിക്കുന്നു. ആ ഭയം ഞങ്ങൾക്കില്ല എന്ന് ഈ വിദ്യാർത്ഥികൾ പറഞ്ഞു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ആത്യന്തികമായ വിജയം. അതായത് നിങ്ങൾ ഗ്രനേഡ് എറിഞ്ഞാലും ബോംബ് എറിഞ്ഞാലും നിങ്ങൾ തല്ലിയാലും ആ പോലീസ് ഫാറ്റൻ ടാങ്കിന്റെ മുമ്പിൽ നെഞ്ചും വിരിച്ചു നിൽക്കും. നിങ്ങൾ ഇനി കേസെടുത്താലും രാജ്യദ്രോഹിയാക്കിയാലും ചാപ്പ കുത്തിയാലും ഞങ്ങൾക്ക് ഭയമില്ല എന്ന് അടിയന്തരാവസ്ഥ കാലത്ത് സമരം ചെയ്ത ധീര മനുഷ്യരെ പോലെ ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മുമ്പിൽ ഈ നെഞ്ചും വിരിച്ചുന്ന ധീരരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളെ പോലെ ഇന്ത്യയിലെ യുവത്വം ചിന്തിക്കുന്നു എന്നുള്ളതാണ് സംഘപരിവാർക്ക് പറ്റിയ അബദ്ധം, ദീർഘവീക്ഷണമില്ലായ്മ. ഈ സമരം ഇവർ അവഹേളിച്ച് അല്ലെങ്കിൽ അവഗണിച്ച് തീർക്കാമെന്നത് കരുതിയിടത്തു നിന്ന് ഈ രാജ്യവ്യാപകമായി അല്ലെങ്കിൽ പാറ്റ പാർട്ടി എന്നൊരുപരിയായി